മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി യോഗം ഇന്ന് മലപ്പുറത്ത് ചേരും. പി.വി. അൻവർ വിഷയത്തിൽ എന്ത് സമീപനം സ്വീകരിക്കണം എന്നതുൾപ്പെടെ ലീഗ് ചർച്ച ചെയ്യും. നിലമ്പൂരിൽ അൻവർ പിടിച്ച വോട്ടുകളെ നിസ്സാരമായി കാണാൻ ആവില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് അരുൺ, ലീഗ് തെരഞ്ഞെടുപ്പിന് മുൻപ് ആഞ്ഞു പരിശ്രമിച്ചിരുന്നു പി.വി. അൻവറിനെ കൂടെ കൂട്ടാൻ, പക്ഷേ അത് സാധിച്ചില്ല. അതിൽ പി.വി. അൻവറും ഉടക്കിട്ടു, അതോടൊപ്പം തന്നെ വി.ഡി. സതീശനും ഉടക്കിട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പി.വി. അൻവർ ഹീറോ ആണെന്ന വോട്ടുകൾ പറയുന്നുണ്ട് രാഷ്ട്രീയ കേരളത്തോട്. അപ്പോൾ കൂടെ കൂട്ടാനുള്ള ലീഗിന്റെ ശ്രമങ്ങൾ തുടരുമോ? ആര്യ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇത് തിരഞ്ഞെടുപ്പിന്റെ ഒരു അവലോകന യോഗം കൂടിയാണ്. ലീഗിനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു ക്രെഡിറ്റ് ലീഗിന് കൂടിയുള്ളതാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം പോസിറ്റീവാണ്. ഇനി UDFന്റെ അടിത്തറ വിപുലപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ലീഗിന് മുന്നിലുള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സുസജ്ജമായിട്ടാകണം. അതിന് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അൻവറിനെ പിണക്കി നിർത്തിയാൽ അത് ഗുണകരമാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്നൊരു തീരുമാനം ലീഗിന് മുന്നിലുണ്ട്. അപ്പോഴും പ്രതിപക്ഷ നേതാവ് വാതിലടച്ചു എന്നൊക്കെ അടിവരയിട്ട് പറയുമ്പോൾ ലീഗ് പൂർണ്ണമായും അതിനെ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ പരസ്യമായി നിലപാട് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ലീഗ് എങ്ങനെ വിഷയം അവതരിപ്പിക്കും എന്നുള്ളത് ഒക്കെ ഇന്നത്തെ വിഷയത്തിൽ ചർച്ചയാകും. അതിനനുസരിച്ചാകും ലീഗ് മുന്നോട്ടുള്ള കാര്യം പരസ്യമായി തന്നെ പറയുമോ അതോ പറയാതെ പറയുമോ, കുഞ്ഞാലിക്കുട്ടി സ്റ്റൈലിൽ തന്നെ കാര്യങ്ങൾ പറയുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം എന്നുള്ളതാണ്. ലീഗിനെ സംബന്ധിച്ച് പി.വി. അൻവർ ഒപ്പം വേണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വമുള്ളത്. ആര്യ.